ഭാരത് മാതാ കീ എന്ന് വിളിക്കുമ്പോൾ ജയ് വിളിക്കുന്ന ഒരുപാട് കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഒരു വട്ടത്തിന്റെ അകത്ത് ആരോ വട്ടമിട്ട് വെച്ച വീഡിയോ ആണ്. അതില് മുസ്ലിം ആയിട്ടുള്ള കുറച്ച് കുട്ടികള് ഭാരത് മാതാ കീ എന്ന് വിളിക്കുമ്പോൾ ജയ് വിളിക്കുന്നില്ല എന്നുള്ളതാ. ആ ഒരു ക്ലിപ്പ് ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കണേ. ഭാരത് മാതാക്ക് എനിക്ക് വേറൊരു സാധനം പറഞ്ഞത് ക്ലിയർ ആയില്ല കേട്ടോ. ഓക്കെ, എന്തുകൊണ്ടാണ് ആ മുസ്ലിം കുട്ടികള് ഭാരത് മാതാക്കി എന്ന് വിളിച്ചപ്പോൾ ജയ് വിളിക്കാഞ്ഞത് എന്നുള്ളതാണ് സംശയം, അല്ലേ? എന്നാൽ ഈ ഒരു വീഡിയോന്റെ അകത്ത് വന്ന കമന്റ് നിങ്ങൾ കണ്ടാല് സത്യം പറയാച്ചുണ്ടെങ്കിൽ പെറ്റ തള്ള സഹിക്കില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന്റെ അപ്പുറത്തേക്കാണ്. സംഘികൾ, ഒരു കൂട്ടം ആളുകൾ കൂട്ടമായിട്ട് ആക്രമിക്കുകയാണ് ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ മുഴുവനായിട്ട്. ഒരുപക്ഷെ അത് കണ്ടപ്പോ എനിക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ എങ്ങനെ കഴിയില്ല. അതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. പരിശോധിച്ചു. ഞാൻ നേരെ നമ്മുടെ AI ചേട്ടനോടാണ് കാര്യം ചോദിക്കാൻ പോയത്. കുറെ ആളുകളോട് ചോദിച്ചു. പലർക്കും പലതായിട്ടുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളാണ്. അപ്പോ ആരാണ് ഭാരത് മാത എന്നുള്ളതാണ് ആദ്യ ചോദ്യം. എന്തുകൊണ്ടാണ് ഭാരത് മാതാ കി ജയ് വിളിക്കുമ്പോൾ അത് അവര് ജയ് വിളിക്കാത്തത് കൂടെ എന്നുള്ളതാണ്. ഭാരത മാത എന്നും ജനനി എന്നും വിശേഷിക്കപ്പെടുന്നത് ഇന്ത്യയെയാണ്. ഭാരത് മാത എന്ന് പറഞ്ഞാൽ ഇന്ത്യയെയാണ് ആ ഒരു പേരിൽ പറയുന്നത് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങളിൽ ഒന്നാണ് ഭാരത മാത. ഇന്ത്യയുടെ സംസ്കാരവും ഐക്യവും പ്രതിനിധീകരിക്കുന്ന ഒരു അമൂർത്ത കൽപ്പനയാണ് ഭാരത മാത. ബംകി ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം എന്ന കവിത ഇന്ത്യയുടെ ദേശീയ ഗീതമായി കണക്കാക്കപ്പെടുന്നു. ഈ കവിതയിൽ ഇന്ത്യയെ അമ്മ എന്ന് വിളിക്കുന്നു. ഓക്കെ, അതാണ് അതിന്റെ അർത്ഥം കേട്ടോ. ഇന്ത്യ എന്നുള്ള ആ ഒരു രാജ്യത്തിനെ നമ്മൾ ഭാരത മാത എന്നുള്ള രീതിയിലും വിളിക്കുന്നു. അതൊരു ബംകിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം എന്ന കവിതയെ ആസ്പദമാക്കിക്കൊണ്ടാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഈ ഒരു ജയ് വിളിക്കാത്തത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഭാരത മാത എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്ത്യയുടെ ആ ഒരു ഭൂപടം, അല്ലെ? ആ ഭൂപടത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു മാപ്പിന് ഒരു സ്ത്രീയുടെ, അതായത് ഒരു ദൈവിക സങ്കല്പത്തിലൂടെ ഒരു ശൂലമോ എന്തോ ഒരു സംഭവമൊക്കെ അവനെ പിടിച്ചു നിൽക്കുന്ന ഒരു ദേവീ രൂപം കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും അതിനടിയിൽ ഭാരതാംബ, ഭാരത് മാത എന്നൊക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കാൻ കഴിയില്ല. വ്യത്യസ്ത തരത്തിലുള്ള ആരാധനകളൊക്കെ ഉണ്ട്. ഇപ്പോ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. അത് ആ മതത്തിന്റെ അകത്ത് നടക്കുന്ന വിഷയങ്ങളാണ്. ഓക്കെ, അതായത് വ്യത്യസ്ത രീതിയിലുള്ള ആരാധനകൾ പല രീതിയിലും ഇപ്പോ ജാറത്തിനെ ആരാധിക്കുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ ഇസ്ലാമിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ അവിടെ മാറ്റിവെക്കാം. അവരുടെ വിശ്വാസപ്രകാരം യഥാർത്ഥത്തിൽ അവർക്ക് ഭാരത് മാത എന്ന് പറഞ്ഞാൽ, മാത എന്ന് പറഞ്ഞാൽ അതാരാണ്? ദൈവിക സങ്കല്പമാണ്. ഹൈന്ദവരായ ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഭാരത് മാത എന്ന് വിളിക്കുന്നത് വെച്ചാൽ ഭാരതത്തെ ഒരു ദൈവമായിട്ട് കാണുന്നത് കൊണ്ടാണ്. അങ്ങനെ മറ്റൊരു അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ആരാധിക്കുന്ന അവർക്ക് എങ്ങനെയാണ് ഭാരത് മാത എന്ന് പറഞ്ഞാൽ ജയ് വിളിക്കാൻ തോന്നുക? ഇനി എന്റെ ഏറ്റവും വലിയൊരു സംശയം ഉണ്ടായിരുന്നു, ആരാണ് ഭാരത് മാത എന്ന് അന്വേഷിക്കുകയായിരുന്നു ഞാൻ. അപ്പൊ എയോട് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണത്. ഓക്കെ, ബംകിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം എന്ന ആ ഒരു കവിതയിൽ നിന്നുള്ള ഒരു ഭാഗം, ആ ഒരു ഭാഗം ഉൾക്കൊണ്ടുകൊണ്ട് ശരിക്കും അത് ഭാരത് മാത എന്ന് പറഞ്ഞൊരു ദൈവിക സങ്കല്പമായിട്ട് തന്നെയാണ് അവിടെ വെച്ചിട്ടുള്ളത്. പക്ഷെ അത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ, അതായത് സംഘികൾക്ക് യാതൊരു പ്രാധാന്യമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ, ആ ഒരു സമയത്ത് നമ്മൾ ഓരോ സ്ലോഗനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ്. എല്ലാവരെയും ഏകീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഭാരത് മാത എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാരത് മാതാ കി എന്ന് വിളിക്കുമ്പോൾ ജയ് വിളിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ചിട്ടൊന്നുമില്ല. അത് നിങ്ങളെ താല്പര്യമാണ്. ഭാരത് മാതാ കി എന്ന് വിളിക്കുമ്പോഴാണോ ജയ് ഹിന്ദുസ്ഥാൻ എന്ന് വിളിക്കുമ്പോഴാണോ വിളിക്കേണ്ടത് എന്നുള്ളത് അടുത്തൊരു സംശയമാണ്. ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചു കഴിഞ്ഞാലാണല്ലോ പ്രശ്നം.
ജയ് ഹിന്ദുസ്ഥാൻ എന്ന് വിളിച്ചൂടെ എന്നുള്ളതാണ് അടുത്ത ഒരു സംശയം. അതും കൂടി ഞാനൊന്ന് പോയി പരിശോധിച്ചു. ഹിന്ദുസ്ഥാൻ സിന്ദാബാദ് എന്നത് ഇന്ത്യ ജയിക്കട്ടെ എന്നർത്ഥമുള്ള ഒരു ദേശീയ മുദ്രാവാക്യമാണ്. ഇത് പ്രധാനമായും ഇന്ത്യയെ സൂചിപ്പിക്കുന്ന ഹിന്ദുസ്ഥാൻ എന്ന വാക്കിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ്. ഇത് ഇൻഡസ് നദിയുടെ സംസ്കൃത നാമമായ സിന്ധുവിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ഓക്കെ, ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒരിക്കലും ഹിന്ദു എന്നുള്ള ആ ഒരു മതം എന്നൊരു സംഭവം ഇല്ല, മതമല്ല അത് സംസ്കാരമാണ്. അപ്പൊ ആ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ഹിന്ദുസ്ഥാൻ, അതായത് ഹിന്ദുസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാർ സിന്ദാബാദ് ഇന്ത്യയെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ തന്നെയാണ്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഏതൊരു മുസൽമാനും മുദ്രാവാക്യത്തിന്റെ കൂടെ ജയ് എന്ന് വിളിച്ചിരിക്കും. അതത്രേ ഉള്ളൂ. അത് ഞാനും ആ ഒരു വീഡിയോന്റെ അടിയിൽ വന്ന കമന്റുകളൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടാണ്. അതേപോലെ ഒരു വലിയ സംശയം ഉള്ളത് ഇതൊരു സ്തുതി ഗീതമാണോ എന്ന് പല ആളുകളും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എഐയുടെ ഒരു കാര്യം ഞാൻ പറയാം, അത് കഴിഞ്ഞ് നമ്മുടേതായ വേറൊരു കാര്യം പറയാം. വന്ദേ മാതരം എന്ന ഗീതം ഒരു ദേവി സ്തുതിയായി കണക്കാക്കപ്പെടുന്നില്ല. ഇത് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ഭാരത് മാതയെ സ്തുതിക്കുന്ന ഒരു ദേശഭക്തി ഗീതമാണ്. ഭാരത മാതയെ സ്തുതിക്കുന്ന ഒരു ദേശഭക്തി ഗീതമാണ്. ഭാരത് മാത എന്നുള്ള ഒരു വാക്കിൽ ഇപ്പൊ എഐ അവിടെ തന്ന ഒരു സാധനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ദൈവിക സങ്കല്പമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് മുസൽമാൻ ഭാരത് മാതാ കി എന്ന് പറഞ്ഞാൽ ജയ് വിളിക്കാനുള്ള സാധ്യത ഒരു 90% കുറവാ. ഇനി വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും അതൊന്നും നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന ഒരു വിഷയം പോലുമല്ല എന്നുള്ളതാണ്. കാരണം ഈ ദേശഭക്തി എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെ, ഞാൻ എല്ലാ കാര്യങ്ങളും ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി വളരെ വളരെ ഗൗരവമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഗൗരവം എന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ അപ്പുറത്തേക്ക് വേണമെങ്കിൽ പറയണം. അതായത് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നു, വന്ദേ മാതരം എന്ന് വിളിക്കുന്നു, ഹിന്ദുസ്ഥാൻ ജയിക്കട്ടെ എന്ന് പറയുന്നതൊക്കെ അതൊക്കെ ഓരോ മനുഷ്യന്മാരുടെ താല്പര്യമാണ്. ഈ ഇന്ത്യയിലുള്ള ഓരോ മനുഷ്യന്റെ താല്പര്യമാണ്. ഞാനത് പറയും അല്ലെങ്കിൽ പറയില്ല എന്നുള്ളതൊക്കെ. കാരണം അതൊക്കെ നമ്മുടെ മൗലികാവകാശത്തിൽപ്പെട്ട ഒരു കാര്യം മാത്രമാണ്. അത് ഒരാളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് വിളിപ്പിക്കേണ്ട കാര്യമില്ല. എന്നാൽ അത് വിളിക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ ദേശസ്നേഹം, ദേശഭക്തി ഉള്ളത് എന്നുള്ളത് ഒരു തെറ്റായ ധാരണയും കൂടിയാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഇത് മുസ്ലിങ്ങളെ കൊണ്ട് വിളിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആരാണ്? തീവ്ര മനോഭാവമുള്ള RSSന്റെ മെയിൻ ആളുകളാണ്. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഒരു ആവശ്യവുമില്ലാത്ത തല്ലാണ് അതിന്റെ അടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ബഹളം വെക്കുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയുമായിട്ട് നിങ്ങൾക്ക് എന്ത് ബന്ധമാണുള്ളത്? RSSകാരോടാണ് ചോദ്യം. ഈ ഇന്ത്യക്ക് വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു എന്നാണ് പറയുന്നത്? 2025 ആവുമ്പോഴേക്കും RSSന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യം ഭാരതം എന്നാക്കി അത് ഹിന്ദുക്കളുടെ രാജ്യമാക്കി മാറ്റുമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആ കമന്റ് ബോക്സിൽ അത് കിടക്കുന്നുണ്ട്. അതാണ്. പിന്നെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെന്നാ പറയുന്നേ? കാലാപാനി എന്ന സിനിമയിൽ വളരെ വ്യക്തമായിട്ട് നമ്മളെ പ്രിയദർശൻ തന്നെ അത് വരച്ചവിടെ കാട്ടിയിട്ടുണ്ട്. ഷൂ അങ്ങ് നക്കി തുടക്കുന്ന സീന്. അത്രയേ ഉള്ളൂ. നിങ്ങൾ വിചാരിച്ചു കാലാകാലങ്ങളോളം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കും, നമ്മളിവിടെ ശിപായി ലഹളയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ. അതായത് അതിങ്ങനെ കാലങ്ങളായിട്ട് സമരങ്ങളായിട്ട് ഇവിടെയുള്ള ഇന്ത്യൻ ജനത കഷ്ടപ്പെടും. ആ യഥാർത്ഥ ഇന്ത്യൻ ജനത അവിടെ കഷ്ടപ്പെടുന്നുണ്ട്. അവിടെ കിടന്ന് കഷ്ടപ്പെടട്ടെ, ഞങ്ങൾ എന്നും ബ്രിട്ടീഷുകാരുടെ ദാസപ്പണി എടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഷൂ നക്കി അവരെ കൂടെ നടന്ന നിങ്ങൾക്ക് എന്ത് അധികാരം, എന്ത് അവകാശമാണുള്ളത് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ? ദേശഭക്തി ഇല്ല ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക്. അവർക്ക് അവരുടെ മതം മാത്രമാണ് വലുത് എന്ന് പറയുമ്പോൾ ഏതൊരു മുസൽമാനോടും ചോദിക്കുക, അയാൾ കൃത്യമായി പറയും ഭൂമിയാണ്, ഈ ഭൂമിയാണ് ഞങ്ങളുടെ മാതാവ്, അല്ലാതെ ഒരു രാജ്യമല്ല. ഈ ഭൂമി മുഴുവനായിട്ട് ഇപ്പൊ ഒരു ഹിന്ദുവിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ ഭഗവാന്റെ സൃഷ്ടിയാണെന്ന് നമ്മൾ പറയാ. ഇത് മൊത്തം എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്നല്ല പറയുന്നത്, ഭൂമി ഭഗവാന്റേതാണെന്ന് പറയും. അള്ളാഹു നിർമ്മിച്ചതാണ് ഈ ഭൂമി എന്ന് അവരും പറയും, അല്ലെ? അപ്പൊ ഓരോ മതത്തിലുള്ള ആളുകളും വിശ്വസിക്കുന്നത് ഭൂമി ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് തന്നതാണ് ഈ ഭൂമി എന്നാണ് വിശ്വസിക്കുന്നത്. ആ ഭൂമിയെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്.
കാരണം എന്താ വെച്ചാൽ ഈ ഭൂമി നമുക്ക് എല്ലാവരും ഈ ഒരു ജീവൻ നിലനിർത്തുന്നത് ഈ ഭൂമിയുടെ ഒരു വലിയ മാസ്മരിക കഴിവുണ്ട് അല്ലെ, ഒരു മാജിക് ഉണ്ട് അല്ലെ. മറ്റുള്ള ഗ്രഹങ്ങളിൽ അത് ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കും, എപ്പോഴൊന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പൊ ഈ ഭൂമി എന്ന് പറഞ്ഞൊരു വലിയ വരദാനമാണ്. തമ്മിൽ തല്ലി കൊല്ലാനുള്ളതല്ല. ഇവിടെയുള്ള മനുഷ്യന്മാര് അങ്ങോട്ടും തമ്മിൽ തല്ലുന്നുണ്ടല്ലോ, തമ്മിൽ തല്ലിക്കുന്ന ആളുകളെ നമ്മൾ ആദ്യം നോക്കണം, തമ്മിൽ തല്ലുന്ന ആളുകളെ നമുക്ക് രണ്ടാമതും നോക്കണം. അങ്ങനെ തല്ലി തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം അല്ലെ. അപ്പൊ അതിർവരമ്പുകളില്ലാത്ത ഒരു ലോകം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിർവരമ്പ് അതിർത്തികളില്ലാത്ത ഒരു ഭൂമി നമുക്ക് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ വിഷയത്തിൽ നിന്ന് അങ്ങനെ വഴുതി പോവാണല്ലേ. അപ്പൊ ഭാരത് മാതാ കി എന്ന് വിളിക്കുന്ന ആളുകളുടെ ഉള്ളിലാണ് ദേശഭക്തി എന്ന് പറയുന്ന RSSകാരോട് എത്ര എത്ര BJP പ്രവർത്തകരാണ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അറസ്റ്റിലായിട്ടുള്ളത് നിങ്ങൾക്കറിയോ? ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ ഒരു വിഷയമല്ല, കാലങ്ങളായിട്ട് നടന്നു പോകുന്ന ഒരു കാര്യമാണ്. എന്ത്? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കണം എന്നുള്ളത്. ആ കുട്ടികൾ മദ്രസയിൽ നിന്നും പഠിച്ച കാര്യമാണ് അവിടെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് അവരുടെ മാത്രം കാര്യമാണ്. ഈ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി തന്നെയാണ് അവരൊക്കെ നിലനിൽക്കുന്നത്. ഈ ഇന്ത്യയിൽ ജനിച്ചു വീണ ഏതൊരു മനുഷ്യനും ഇന്ത്യയോട് കടപ്പാടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ഇപ്പൊ ഇന്ത്യയുടെ ഒരു മാപ്പ് എടുത്തിട്ട് ആ മാപ്പ് ഈ ഇന്ത്യയുടെ ദേവത അല്ലെങ്കിൽ ഇന്ത്യൻ ഭാരതമാത ഇതാണെന്ന് പറഞ്ഞൊരു മാപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ദൈവിക സങ്കല്പം കൊടുത്തുകൊണ്ട് അവർക്ക് അവരെ ഭാരത് മാതാ കി എന്ന് വിളിക്കാൻ കഴിയില്ല. വന്ദേ മാതരം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥവും അത് തന്നെയാണ്. പക്ഷെ ഇവിടെ എല്ലായിടത്തും നമ്മൾ ഇന്ത്യയെ വാഴ്ത്തി പാടാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇന്ത്യ കി ജയ് എന്ന് വിളിക്കുന്നു. നാളെ ഇന്ത്യ പോയി ഭാരതം എന്ന പേരിലേക്ക് മാത്രമായി മാറും. പക്ഷെ നമ്മുടെ നെഞ്ചിനകത്ത് എന്നും അത് ഇന്ത്യ എന്ന് നിലനിന്നാൽ മാത്രമേ ഇവിടെ മതേതരത്വം ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷം അവര് ഹിന്ദുസ്ഥാൻ എന്ന പേരിലേക്ക് മാറ്റുകയാണെങ്കിൽ, ഭാരതം എന്ന് പറയുമ്പോൾ മഹാഭാരതം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് അല്ലെ, ആ ഒരു ഗ്രന്ഥം ഇന്ത്യയിൽ നടന്ന ഒരു സംഭവമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഹിന്ദുക്കളായിട്ടുണ്ട്. അതായത് ഈ ലോകം, ഈ ഭൂമി ഉണ്ടാക്കിയ ദൈവങ്ങളൊക്കെ ഭാരതത്തിലാണ് ജനിച്ചത്, മഹാഭാരതം എന്നാ പറയുന്നത് അല്ലെ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അപ്പൊ പൂർണ്ണമായിട്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. ഭാരത് മാത എന്ന് പറയുന്നത് ആരാണ്? ഒരു ദൈവമാണ്, ഒരു ദേവിയാണ്, ഭൂമി ദേവി പോലെ തന്നെയാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചാൽ ഒരു മുസൽമാൻ അവരുടെ എല്ലാ വിശ്വാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ജയ് എന്ന് വിളിക്കണോ? എനിക്കറിയില്ല. അത് വിളിക്കുന്ന ആളുകളോടും വിളിക്കാത്ത ആളുകളോടും എനിക്കൊരു വിദ്വേഷവും ഇല്ല. അത് ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനോ ആയാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം നമുക്ക് വേണ്ടത് ഈ രാജ്യത്തോടുള്ള സ്നേഹമാണെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. ഇവിടെ തമ്മിൽ തല്ലിക്കുന്ന ആളുകളെ കണ്ടെത്തുക, ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക, അത് ഒന്നാമത്തെ ഒരു കാര്യമാണ്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തമ്മിൽ തല്ലിക്കുന്ന ആള് ഒരു പക്ഷേ ആ ജയ് വിളിക്കുന്ന ആൾക്കൂട്ടത്തിലുള്ള ഒരാളാവും. അപ്പൊ അത് വിളിക്കുന്നതോ വിളിക്കാത്തതോ എന്നുള്ളതല്ല, നമ്മൾ എന്താണ് ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ രാജ്യത്തിനെ സംരക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ കൂടെ നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. വർഗീയത പറയുന്ന ആരാണെങ്കിലും അവരെ തുറന്നു കാണിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം എനിക്കുണ്ട്. അതിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് ഇന്ത്യ മഹാരാജ്യത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്നോ ഇല്ലെന്നോ അങ്ങനെ എന്തൊരു സംഭവമില്ലേ? അത്ര എനിക്ക് പറയാനുള്ളൂ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ, അല്ലെങ്കിൽ വിളിക്കുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും. അതിലേക്ക് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.